കാശുണ്ടോ? എല്ലാവരും ഉണ്ട്. ഇല്ലേ? ഒരു നായയും തിരിഞ്ഞു നോക്കാനില്ല. അങ്ങനെയാ പറയാ. 4 തുട്ടുണ്ടോ? അവന്മാരൊക്കെ ചുറ്റിനുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരും ഇല്ല, നാട്ടുകാരും ഇല്ല, വീട്ടുകാരും ഇല്ല, ആരുമില്ല. ഈ ശരീരം അങ്ങോട്ട് ക്ഷയിച്ച് കിടപ്പിലായ ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ കിടപ്പിലായിരിക്കുക. പെൻഷൻ മേടിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. അതൊക്കെ അവർ മേടിച്ചോളും. കാരണം അതൊക്കെ അങ്ങനെ എഴുതി കൈവിരൽ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് പോലും അറിയില്ല ഇവരെന്തിനാ ഇടയ്ക്ക് എഴുതെടുത്ത് മഷി പുരട്ടി ഞെക്കുന്നത്. നമ്മളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലേ? ഇപ്പൊ കൈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം, വയലറ്റ് മഷി ഉണ്ടാവും. പാവം. ജീവിത ചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. തുടർന്ന് നമ്മളൊക്കെ ദിവസവും പറയുന്ന ഈ ഒരു പ്രഭാഷണത്തിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള കാശുണ്ടോ? എല്ലാവരും ഉണ്ട്. ഇല്ലേ? ഒരു നായയും തിരിഞ്ഞു നോക്കാനില്ല. അങ്ങനെയാ പറയാ. 4 തുട്ടുണ്ടോ? അവന്മാരൊക്കെ ചുറ്റിനുണ്ടാവും. എല്ലാവരും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരും ഇല്ല, നാട്ടുകാരും ഇല്ല, വീട്ടുകാരും ഇല്ല, ആരുമില്ല. ശങ്കരാചാര്യ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. യാവത് വിത്തോപാർജന സക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാത് ജീവതി ജർജര ദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ അജ ഗോവിന്ദം. യാവത് വിത്തോപാർജന സക്തഃ, യാവത് എത്ര കാലം, വിത്തം ഉപാർജന സക്തഃ, വിത്തം ധനം, ധനം സമാഹരിക്കാനുള്ള ശേഷി എത്ര കാലം നമുക്കുണ്ടോ, താവത് അത്ര കാലം നിജപരിവാരഹാരക്തഃ, നമ്മുടെ അസ്മാദികളൊക്കെ, കുട്ടികളാകട്ടെ, മരുമക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ഇവന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പെൻഷനും ഇല്ല എന്നുണ്ടെങ്കിലോ ഒരാളും ഉണ്ടാവില്ല. പെൻഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, അത് മേടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാവും. യാവത് വിത്തോപാർജന സക്തഃ താവൻ നിജ പരിവാരോ രക്തഃ. ഇനി പശ്ചാത് ജീവതി ജർജര ദേഹേ, അനന്തരം നമ്മുടെ ശരീരം ഇപ്പൊ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ അവസ്ഥ, നമ്മുടെ കയ്യിൽ കുറെ ധനമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെയാണ് ഒരാൾ പറയണത്. ഞാൻ ഹോം നേഴ്സിനെ വെക്കും, അവരെ വെക്കും, ഇവരെ വെക്കും, ഞാൻ ഞെക്കിയ വരും ആൾക്കാർ ഒക്കെ പറയണു. പശ്ചാത് അനന്തരം ജീവതി ജർജര ദേഹേ, ഈ ശരീരം അങ്ങോട്ട് ക്ഷയിച്ച് കിടപ്പിലായ ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ കിടപ്പിലായിരിക്കുക. പെൻഷൻ മേടിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. അതൊക്കെ അവർ മേടിച്ചോളും. കാരണം അതൊക്കെ അങ്ങനെ എഴുതി കൈവിരൽ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് പോലും അറിയില്ല ഇവരെന്തിനാ ഇടയ്ക്ക് എഴുതെടുത്ത് മഷി പുരട്ടി ഞെക്കുന്നത്. നമ്മളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലേ? ഇപ്പൊ കൈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം, വയലറ്റ് മഷി ഉണ്ടാവും. പാവം. നല്ല പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ കാണാൻ പോകുമ്പോൾ വെറുതെ ഒന്ന് കൈ പിടിച്ച് നോക്കിയാൽ മതി. അപ്പൊ കാണാം, നല്ല വയലറ്റ് കാണാം, ഈ തള്ളവിരൽ കാണാം. എന്താ ഞെക്കി 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 ഓരോന്നിൽ ഞെക്കുകയാണ്. പാവം, ഇവരൊന്നും അറിയുന്നില്ല. ഇവരാണെങ്കിൽ കുറെ സമ്പാദിച്ച് വെച്ചതൊക്കെ ഉണ്ട്. അവിടെ സർവീസിലിരിക്കുമ്പോൾ അതിൽ കുറച്ചിട്ടു, ഇതിൽ കുറച്ചിട്ടു, ഇതിൽ കുറച്ചിട്ടു. ഇതൊക്കെ കാലശേഷം ഇവർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ചില്ലറ ബോണസിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇവന്മാർ ഇതൊക്കെ ഇങ്ങനെ കൈ ഞെക്കി ഞെക്കി കൊണ്ടുപോകുന്നുണ്ട് എന്നല്ലാതെ ഭഗവത്പാദർ പറയാണ്,